അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 26. ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാം മുമ്പിൽ നിൽക്കുന്നവൻ ഉറക്കെ ഖുർആൻ ഓതണമെന്നും പിന്നിലുള്ളവർ മഅ്മൂമുകൾ അത് സശ്രദ്ധം കേൾക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും ഇവിടെ സ്മരണീയമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടി റമദാൻ മാസങ്ങളിൽ ഖുർആൻ പാഠം നോക്കാറുണ്ടായിരുന്നത് നാം മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയും അതിനു ഭംഗവും വിഘാതവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യേണ്ടതാകുന്നു. സൂറത്ത് അറാഫ് 204 അള്ളാഹു പറയുന്നു, ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് കേൾക്കുകയും മൗനമായിരിക്കുകയും ചെയ്യുവീൻ, നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാവുന്നതാണ്. ഖുർആനുമായി ജനങ്ങൾ സദാ ഇടപഴകിക്കൊണ്ടിരിക്കുവാൻ വേണ്ടി എന്തുമാത്രം നടപടികളാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. പഠിച്ച ഭാഗം മറന്നു പോകുവാൻ ഇടയാകരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം താക്കീത് നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, നിങ്ങൾ ഖുർആനെ ഗൗനിച്ചുകൊണ്ടിരിക്കണം, കാരണം എൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കൈവശമാണോ അവൻ തന്നെ സത്യം, നിശ്ചയമായിട്ടും അത് കെട്ടിയിട്ട ഒട്ടകത്തേക്കാൾ വേഗം കുതറിപ്പോകുന്നതാണ്. മറ്റൊരു വചനത്തിൽ നിങ്ങൾ ഖുർആനെ ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കണം എന്നാണുള്ളത്. ഖുർആൻ പാരായണം വെറും ഒരു തൊഴിലായി സ്വീകരിച്ചു വരുന്നവർ താഴെ കാണുന്ന 2 ഹദീസുകൾ ഗൗനിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഇമ്രാൻ, ഒരു കഥാകാരൻ, വാദ് പറയുന്നവർ ഖുർആൻ ഓതുകയും പിന്നീട് ജനങ്ങളോട് സഹായം ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. ഉടനെ അദ്ദേഹം ഇസ്തിർജാ ചൊല്ലി, വല്ല ആപത്തോ അപായമോ അറിയുമ്പോൾ നാം എല്ലാം അള്ളാഹുവിൻ്റേതാണ്, നാം അവനിലേക്ക് തന്നെ മടങ്ങുന്നവരാണെന്ന് പറയുന്നത് നല്ലതാകുന്നു. ഇതിനാണ് ഇസ്തിർജാ എന്ന് പറയുന്നത്, മടക്കം കാണിക്കുക എന്ന വാക്കർത്ഥം. അദ്ദേഹം പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു, ഒരാൾ ഖുർആൻ ഓതുന്നതായാൽ അതിന് പ്രതിഫലം അള്ളാഹുവിനോട് ചോദിച്ചു കൊള്ളട്ടെ. എന്നാൽ വഴിയെ ജനങ്ങൾ വരുവാനുണ്ട്, അവർ ജനങ്ങളോട് ചോദിക്കുവാനായി ഖുർആൻ ഓതുന്നതാണ്. മറ്റൊരു വിവചനം ബുറൈദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാകുന്നു, ആരെങ്കിലും ജനങ്ങളെ പറ്റി തിന്നുന്നവനായി ഖുർആൻ ഓതുന്നതായാൽ ഖിയാമത്ത് നാളിൽ അവൻ മുഖത്ത് മാംസമില്ലാതെ എല്ല് മാത്രമായി കൊണ്ടുവരുന്നതാണ്. ജനങ്ങളോട് യാചിച്ച് നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി ആക്ഷേപിച്ചിട്ടുള്ളതാണല്ലോ. യാചകൻ ഖിയാമത്ത് നാളിൽ മുഖത്ത് മാംസമില്ലാത്ത വിധത്തിൽ വരുവാൻ അതും കാരണമാകുമെന്ന് താക്കീത് ചെയ്തിരിക്കുന്നു. എന്നിരിക്കെ യാചകന് ഖുർആനെ ഒരായുധം കൂടിയാക്കുമ്പോൾ അത് കൂടുതൽ ദോഷകരമാണെന്ന് പറയേണ്ടതില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.